വർക്കല ബീച്ചിൽ പോയി ബിക്കിനി ഇടാൻ മടിക്കുന്ന ഞങ്ങളടക്കമുള്ള മലയാളി പെൺകുട്ടികൾ പട്ടായയിൽ പോയാൽ ബിക്കിനി ഇടാൻ റെഡിയാണ്. അപ്പോൾ ഇതൊരു സൊസൈറ്റി അല്ലെങ്കിൽ സാമൂഹിക നിർമ്മിതിയല്ലേ ഈ വസ്ത്രധാരണം, സഭ്യമായത്, മാന്യതായതുള്ളൊക്കെ? എന്താണ് രാഹുലിന്റെ അഭിപ്രായം? പക്ഷേ ലോകത്ത് എവിടെയും ബിക്കിനി ഇട്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിനടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പട്ടായയിലാണെങ്കിൽ പോലും നാളെ അവിടെ ഒരു പരിപാടി നടക്കുകയാണ്, സ്കൂളിലെയോ കോളേജിലെയോ പരിപാടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബിക്കിനി ഇട്ട് ഉദ്ഘാടനം ചെയ്യാൻ വരാറ്. ജിം ഉദ്ഘാടനത്തിന് പിന്നെ പട്ടുസാരി കൊടുത്ത് വരണം? വേണ്ട, പട്ടുസാരി എടുത്ത് വരുന്നത് അരോചകമാണ്. അതേപോലെ സ്കൂൾ ഉദ്ഘാടനത്തിന് ബിക്കിനി ഇട്ട് വരുന്നത് അരോചകമാണ്. അപ്പോൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചുള്ള ഡ്രസ്സ്, അതാണ് മാന്യത, അതാണ് അപ്രോപ്രിയേറ്റ്. കൃത്യം പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷിലെ വാക്ക് അപ്രോപ്രിയേറ്റ്നെസ്, ഉചിതം അനുചിതം. നമ്മൾ മാന്യത മര്യാദ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയാം, പട്ടുസാരി എടുത്ത് ആരെങ്കിലും പബ്ബിൽ പോയാൽ എല്ലാവരും കൂവയല്ലേ ചെയ്യൂ, ഒരു കുലസ്ത്രീ വരുന്നു എന്നാരും പറയാറില്ല. പട്ടുസാരിയോ കേരള സാരിയോ ധാവണിയോ ഹാഫ് സാരിയോ എടുത്ത് ആരെങ്കിലും ഒരു പബ്ബിലോ ഡിസ്കോത്തേക്കിലോ പോയാൽ ആൾക്കാർ എന്തുകൊണ്ട് കൂവും? കൂവണം, സംശയമൊന്നുമില്ല, കൂവണം. എന്തുകൊണ്ട് കൂവും? ഞാനൊരു ഭാരതീയ വനിതയാണ്, അതുകൊണ്ട് ഞാൻ പബ്ബിൽ ഇതേ വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂവും. കാര്യം അത് ചുമ്മാ പറയുന്നതാണെന്നറിയാം. പക്ഷേ ഈ അപ്രോപ്രിയേറ്റ് ഡ്രസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കാലാകാലങ്ങൾ കഴിയുമ്പോൾ മാറണ്ടേ? കേരള സർവീസ് റൂൾസ് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റൂൾ ഉണ്ട്. അതിൽ മാന്യമായി വസ്ത്രം ധരിച്ചിട്ട് വേണം സർക്കാർ ഓഫീസിൽ വരാനെന്നുണ്ട്. അത് എഴുതിയ സമയത്ത് അന്നുണ്ടായിരുന്ന മാന്യമായ ഡ്രസ്സ് സാരിയാണ്. അത് കഴിഞ്ഞ് ചുരിദാറിലേക്ക് വന്നു. ഇപ്പോൾ ജീൻസും കുർത്തിയും ഒക്കെ ഇട്ട് സർക്കാർ ഓഫീസുകളിൽ പെൺകുട്ടികളും സ്ത്രീകളും വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് ഈ പറയുന്നത്? ഒരു 100 വർഷം കഴിഞ്ഞാലും പബ്ബിൽ പട്ടുസാരി മാന്യമായ ഡ്രസ്സാവും ആവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പം ചർച്ച ചെയ്താൽ പോരെ. എന്തായാലും ഇപ്പൊ അല്ലല്ലോ. അതായത് വേണമെങ്കിൽ നമുക്ക് താത്വികമായി ആദർശപരമായി പറയാം, 100 വർഷത്തിന് ശേഷം പബ്ബിൽ പട്ടുസാരിയോ അല്ലെങ്കിൽ കേരള സാരിയോ മറ്റേ കസവ് സാരിയോ ട്രെൻഡ് ആവുമെന്ന് നമുക്കറിയില്ല. ട്രെൻഡ് ആവുമെന്ന് ഒരു പക്ഷേ ട്രെൻഡ് ആയേക്കാം. എന്തായാലും ഇപ്പോൾ അല്ലല്ലോ. അപ്പോൾ അതിനൊരു അരോചകത്വവും അനുചിതത്വവും ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ മറിച്ച് ബിക്കിനി ഇട്ടുകൊണ്ട് ആരും ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നല്ല, നേരത്തെ ബിക്കിനി എന്ന് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നമ്മൾ അമിതമായി എക്സ്പോസ് ചെയ്ത് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പോകുന്നതിന് അരോചകത്വം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ റീസൺ, സ്കൂളും കോളേജും അങ്ങനെയുള്ള സരസ്വതി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ചില മാന്യതയും മര്യാദയും വേണം. കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പറയാം. നമ്മുടെ അമലാപോൾ അടക്കമുള്ളവർ സെയിൻറ്റ് ആൽബർട്ട്സിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഹണി റോസ് അടക്കം പല ഉദ്ഘാടനങ്ങൾക്കും പോയപ്പോൾ ഈ വരുന്ന ആൾക്കാർ, ക്യാമറ എടുക്കുന്ന ആൾക്കാർ ഉദ്ഘാടനം കാണാൻ വരുന്നതാണോ? അവർ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ മൊബൈൽ ഫോണിൽ എടുക്കുന്നത് ഉദ്ഘാടനത്തിന്റെ തിരി തെളിയിക്കുന്നതാണോ? ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഹണി റോസ് ആയാലും ആരായാലും ആ ഡ്രസ് ഇട്ടിട്ട് അവിടെ വരുന്നത് അല്ലെ? ഹണി റോസ് അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ എനിക്കെതിരെ വീണ്ടും കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. താങ്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ അട്രാക്റ്റീവ് ആവണം, നമ്മളെ 10 പേര് നോക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡ്രസ് ചെയ്ത് ഉദ്ഘാടനത്തിന് വരുന്നത്. ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പട്ടുസാരി ഉടുത്ത് പൊതിഞ്ഞു വെച്ച് പർദ്ദയിട്ട് ഉദ്ഘാടനത്തിന് വന്ന ആളുകൾ കൂടില്ല. നമ്മൾ MG റോഡിൽ സണ്ണി ലിയോൺ വന്നപ്പോൾ ബ്ലോക്ക് കണ്ട ആൾക്കാരാണ് നേരിട്ട്, ഇല്ലേ? അപ്പോൾ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമാണോ അത്? അത് ഡ്രസ്സിങ്ങിൻ്റെ പ്രശ്നമല്ലേ? കാര്യം ഈ ഒരു പെൺകുട്ടിക്ക്, അതായത് നേരത്തെ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല കേട്ടോ, എൻ്റെ വാക്കുകളല്ല, അതായത് മനഃപൂർവ്വം അങ്ങനെ ധരിച്ചു പോകുന്നത് ആൾക്കാരെ ആകർഷിക്കാനാണെന്ന് താങ്കൾക്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല. അല്ല ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല. ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നും അവഹേളിച്ചു എന്ന് പറഞ്ഞ അടുത്ത കേസ്. താങ്കൾ പറഞ്ഞതാണ് ശരിക്കും ശരി. താങ്കൾ പറഞ്ഞ ഞാൻ കാണിക്കാൻ വരുന്നു, അത് കാണാൻ ആൾക്കാരുണ്ട്, കാണാൻ ആൾക്കാരുള്ളത്തോളം നമ്മൾ കാണിക്കും. ഈ അരോചകത്വം കാണുന്ന ആളുടെ അളവിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംശയിക്കട്ടെ, പല അമ്പലങ്ങളിലും ദേവിമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ തിക്കായ ഡ്രസ്സ് വെച്ച് ആ ഒരു ബോഡി ഷേപ്പ് കൊടുത്ത്, ഇപ്പൊ കാളിദേവിനാണെങ്കിൽ പോലും പല ഭാഗങ്ങളും കാണത്തക്ക രീതിയിലാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മാറുമറയ്ക്കൽ സമരം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തിരിച്ചുള്ള ചോദ്യമാണ്, അങ്ങനെയാണെന്നിരിക്കും. നമ്മൾ കഴിഞ്ഞ പോയ കാര്യത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ അല്ല, ബാലൻസ് ഇല്ല. താങ്കൾ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞു. അതായത് ഞാൻ അങ്ങനെയാണെന്നിരിക്കട്ടെ. ആണല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന അരോചകത്വം അമ്പലങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി അതിന് അങ്ങനെയല്ലല്ലോ എടുക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ നമ്മളൊരു വസ്ത്രധാരണത്തിന് ഇങ്ങനെ ഒരു സാധനം അരോചകത്തിന് പറഞ്ഞ് കൊടുക്കുന്നത്, അത് ആ ചോദ്യത്തെ ഒരു മറു ചോദ്യം കൊണ്ട് മറു ചോദ്യം കൊണ്ട് താങ്കൾ ഇപ്പൊ ABC എന്ന് പറയുന്ന വളരെ പ്രമുഖമായ ചാനലിന്റെ റെസ്പോൺസിബിളായി പ്രശ്നിക്കുന്ന ആളാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രം അല്ലെങ്കിൽ ചില ദേവിമാരുടെ മുന്നിലെ ദ്വാരപാലകർ ടോപ്ലെസ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടു കാണുന്നത്, അങ്ങനെ ഒരാളെ ഇവിടെ ആങ്കർ ചെയ്തു അമ്പലത്തിലില്ലേ? പിന്നെന്താ ABC ഇരുത്താത്ത? അമ്പലത്തെക്കാട്ടിലാണോ ABC? യഥാർത്ഥ ഫേസ്ബുക്കിന്റെ മുതലാളി എടുക്കാം. ഈ നേരത്തെ പറഞ്ഞതുപോലത്തെ ടോപ്ലെസ് ആയിട്ടുള്ള ശരീരത്തിന്റെ, പെൺ ശരീരത്തിന്റെ മുകൾ ഭാഗം വളരെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടാൽ മാർക്ക് സക്കർബർഗ് കണ്ടന്റ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്യുന്ന എടുത്ത് കളയില്ലേ? ഈ നേരത്തെ പറയുന്ന ദേവിയുടെ താഴെയുള്ള ചിത്രത്തിൽ നിപ്പിളുള്ള ഈ ദേവിയുടെ ചിത്രങ്ങളൊക്കെ ആരാ? രാമാനന്ദ് സാഗറിന്റെ പുരാണ സീരിയലുകളിലൂടെയും അല്ലെങ്കിൽ ഏതോ കുറച്ചുകൂടെ സീരിയലാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അമ്പലങ്ങളിൽ പോലും എന്തിനാണ് അങ്ങനെ ആ നിപ്പിള് കാണിക്കുന്ന ചിത്രം ടേക്ക് ഡൗൺ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാം എന്തിനാണ് ടേക്ക് ഡൗൺ ചെയ്യുന്നത്? യൂട്യൂബ് എന്തിനാണ് ടേക്ക് ഡൗൺ ചെയ്യുന്നത്?
ഗവൺമെന്റ് അല്ലല്ലോ, യൂട്യൂബിന്റെ അല്ല, ഫേസ്ബുക്കില് പല രാജ്യങ്ങളിലും പല റൂൾസ് ഇല്ല നമ്മുടെ അതുകൊണ്ടല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും പോൺ സൈറ്റ് അല്ലാത്തത് കൊണ്ടാണ്. കറക്റ്റ്, നല്ല ഉത്തരം. അതേപോലെ പബ്ലിക് സ്ഥലങ്ങൾ പോൺ സ്ഥലങ്ങളാവരുത് എന്നുള്ളത് കൊണ്ടാണ് മര്യാദയും പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഒറ്റ തിരിച്ചൊരു ചോദ്യം കൂടെ. മാർക്ക് സക്കർബർഗ് അത് എന്തുകൊണ്ടാണ് എടുത്തു കളയുന്നത് ശ്രദ്ധിച്ചാണ്. മാറു തുറക്കൽ സമരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചില ആൾക്കാർ 2022 ചില ആക്ടിവിസ്റ്റുകൾ, അതായത് പണ്ട് മാറു മറക്കലാണ്, ഇന്ന് മാറു തുറക്കലാണെന്ന് പറഞ്ഞ് ആദ്യം മറ്റേ തണ്ണിമത്തൻ വെക്കും, ഇപ്പൊ തണ്ണിമത്തൻ വെച്ചും പിന്നീട് തണ്ണിമത്തൻ വെക്കാതെ ഇവർ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഫേസ്ബുക്ക് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തല്ലോ. എന്താ അവിടെ ഇരിക്കുന്ന പിന്തിരിപ്പന്മാരാണോ? അതിപ്പോ ഫേസ്ബുക്കിൽ ഇത് എന്തുകൊണ്ടാണ് ടേക്ക് ഡൗൺ ചെയ്തത്? അല്ല, ഇത് 50-60 വർഷം മുന്നേ ബ്രേസിയർ ഊരിക്കളഞ്ഞ ലഹള അമേരിക്കയിലും അന്ന് ഫേസ്ബുക്കും സുക്കർബർഗും പോട്ടെ, നിങ്ങൾ ഈ ഇടുന്ന യൂട്യൂബിൽ അങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ സംഭവിക്കും? എന്തുകൊണ്ട് പറ്റില്ല? കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ചേട്ടന് പറയുന്ന ഒരുപാട് കണ്ടന്റ് യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ട്. കാണും, അവർക്ക് ഫ്ലാഗ് ചെയ്ത് അവർ ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യും. നമുക്കത് വേണമെങ്കിൽ ഇടാം. കറക്റ്റ്. അല്ല, അതായത് അതിന്റെ ആൽഗരിതം ചെക്ക് ചെയ്യാതെ പോകുന്നതുണ്ടല്ലേ. അതെ, ഒരുപാട് ലൈവുകൾ, ഒരുപാട് വീഡിയോസ്, ഒരുപാട് ക്ലിപ്പുകൾ, ഈ പറഞ്ഞ 100 ക്ലിപ്പുകൾ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ ആരെങ്കിലും ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചാനലോ നമ്മളൊരു അറിയപ്പെടുന്ന വ്യക്തിയെ നമുക്ക് ഇടാൻ പറ്റില്ല. നമുക്ക് അപ്പൊ സ്ട്രൈക്ക് കിട്ടും. നമുക്ക് എന്നിട്ട് ചാനലിന് സ്ട്രൈക്ക് കിട്ടും. കാര്യം എന്തുകൊണ്ടാ, ചില നമ്മൾ മോണിറ്റൈസേഷൻ പോകുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒരു 7-8 ഇതുണ്ട്. നിങ്ങളുടെ ടെക്നിക്കൽ ടീമിനോട് ചോദിച്ചാൽ അറിയാം. വയലൻസിനെ ഇൻസൈറ്റ് ചെയ്യുന്നില്ല, പോണോഗ്രാഫി ഇൻസൈറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു 10-8 സൂയിസൈഡിനെ എൻഹാൻസ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പം ഞാൻ വിമർശിച്ചാൽ പോലും, ഇപ്പം അമേരിക്കക്കാരായതുകൊണ്ടാണ് നാസികളെ വിമർശിച്ച് നാസി എന്ന് ടൈറ്റിൽ ഇട്ടാൽ പോലും ഒരു മോണിറ്റൈസേഷൻ സംഭവിക്കില്ല. അത്രമാത്രം. അതായത് ഹിറ്റ്ലറിന്റെയോ നാസികളുടെയോ വിട്ട് അതിന്, അതായത് അവർക്കെതിരെ സംസാരിച്ചാൽ പോലും ഒരു മോണിറ്റൈസേഷൻ സംഭവിക്കില്ല. കാര്യം അത്രമാത്രം അവർ വെറുക്കുന്നുണ്ടാണ്. അപ്പം ചില മാന്യതയും മര്യാദയുണ്ട്. ഈ മാന്യതയും മര്യാദ എവിടെയാണെന്ന് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഡെക്കോറം പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡെക്കോറം, അതായത് ഹണി റോസ് ശരീരം കുറച്ച് തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ തോന്നുന്ന ഒരു ശരീരമാണ്. ഹണി റോസ് അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതും ആൾക്കാർ കാണാൻ പോകുന്നതൊക്കെ. അതേസമയം തന്നെ മെലിഞ്ഞ ഒരു പെൺകുട്ടി, കാര്യമായിട്ട് സെക്ഷൽ അപ്പീലൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി അതേ ഡ്രസ്സ് ഇട്ട് പോയാൽ കുഴപ്പമില്ല. അപ്പൊ ഈ ഡ്രസ്സിന്റെ പ്രശ്നമല്ലല്ലോ, നമ്മുടെ സൈസും ഫിഗറിന്റെ പ്രശ്നമല്ലേ? അല്ലേ? അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണം. ശരീരത്തെ ഇപ്പം ഹണി റോസിന്റെ ഡ്രസ്സിന് എന്താ പ്രശ്നം? സാരിയല്ലേ. പക്ഷെ സാരി ഉടുക്കുന്ന രീതിയാണ് പ്രശ്നം. ഇനി ഇത് ആരോട് ചോദിച്ചാൽ അറിയാന്ന് പറഞ്ഞാൽ, ഒരു ആൺകുട്ടി വെളിയിൽ ആ ദിവസം ഒരു പബ്ലിക് പരിപാടി ഉണ്ടെന്നിരിക്കട്ടെ, വെളിയിൽ ഇറങ്ങാൻ മിനിമം 15 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ഒരുങ്ങുകയും റെഡിയാകുകയും ഒക്കെ ചെയ്യുമായിരിക്കും. ജസ്റ്റ് പൗഡർ എന്തെങ്കിലും ഇടുകയായിരിക്കും. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും, 10 to 15 മിനിറ്റ്സ് ആയിരിക്കും. ഒരു പെൺകുട്ടി മിനിമം 30-40 മിനിറ്റെങ്കിലും എടുക്കില്ലേ? അപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയില്ലേ കണ്ണാടി നോക്കുമ്പോൾ ഏത് ഭാഗങ്ങളിൽ എന്ത് റിയാക്ഷൻ വരുമെന്ന്? ഇതേ ഹണി റോസ് വേറെ യൂറോപ്യൻ കൺട്രിയിൽ എവിടെയോ ഏതോ പരിപാടിക്ക് പോയപ്പോൾ അവർക്ക് അവിടെ കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള പ്രൈസും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊരു സംസ്കാരത്തിന്റെ വ്യത്യാസം കൂടി ഇല്ലേ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്? കൂടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഹണി റോസ് എടുത്തൊരു സെൽഫി ഭയങ്കര വൈറലായിരുന്നു ഇല്ലേ? ഇത് സ്കോട്ട്ലാൻഡിലോ അതേപോലെ. അപ്പൊ അവിടുത്തെ ഒരു സൗന്ദര്യ സങ്കല്പം വേറെയാണ്, നമ്മളുടെ വേറെയാണ്. നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ? ഈ അടുത്തിടയ്ക്ക് വളരെ മനോഹരമായി മറ്റേ എനിക്കൊന്ന് എവിടെയോ പോയിട്ട് ഫുള്ളി കവേർഡ് ആയിട്ട് തലയൊക്കെ വെച്ചൊരു ഡ്രസ്സ് ഇട്ടൊരു സാധനം ഇട്ടിരുന്നു. ഹണി റോസ് നല്ലതാണ്, ഹണി റോസിന് കൂടുതൽ ലൈക്കും ഷെയറും കിട്ടട്ടെ. പക്ഷേ സഭ്യതയുടെ അതിർവരുമ്പുകൾ ലംഘിക്കുമ്പോൾ വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നു.